വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇപ്പോൾ കോഴിക്കോട് DYFI യൂത്ത് സെന്ററിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കൂത്തുപറമ്പ് രക്തപുഷ്പം സഖാവ് പുഷ്പൻ വിടവാങ്ങുന്നു. കോഴിക്കോട് DYFI യൂത്ത് സെന്ററിൽ നിന്ന് മൃതശരീരം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തലശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനമുള്ളത്. ആ പൊതുദർശനത്തിലേക്ക് പോകുന്ന വഴിയുടനീളം കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ, പുഷ്പനെ സ്നേഹിച്ച മനുഷ്യർ, പുഷ്പനെക്കുറിച്ച് പാടിയ മനുഷ്യരൊക്കെ പുഷ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി പാദയോരങ്ങളിൽ കാത്തുനിൽക്കും. അത്രമേൽ പുഷ്പൻ അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. പുഷ്പന്റെ അന്ത്യയാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് DYFIയുടെ യൂത്ത് സെന്ററിൽ നിന്നും സഖാവ് പുഷ്പന്റെ മൃതശരീരം ഇപ്പോൾ നേതാക്കളും ഏറ്റുവാങ്ങുകയാണ്. MV ജയരാജനടക്കം, കണ്ണൂർ CPM ജില്ലാ പാർട്ടി സെക്രട്ടറി MV ജയരാജനടക്കം, മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇപ്പോൾ സഖാവ് പുഷ്പന്റെ മൃതശരീരത്തെ അനുഗമിക്കുന്നുണ്ട്. ഇപ്പോൾ DYFIയുടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിനെ യാത്രയക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞങ്ങളിലൂടെ പോരാട്ടങ്ങൾ തുടരട്ടെ, സാമ്രാജ്യത്വം തുടരട്ടെ. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, പാർട്ടിക്കൊരിക്കലും തെറ്റുപറ്റില്ല എന്ന് വിശ്വസിച്ച സഖാവിനെയാണ് പ്രിയപ്പെട്ട സഖാക്കൾ മുദ്രാവാക്യം വിളിച്ച് യാത്രയയക്കുന്നത്. കണ്ണേ കണ്ണേ കൺമണിയെ എന്നാണ് മുദ്രാവാക്യം. സഖാവ് പുഷ്പൻ ഈ പ്രവർത്തകരിലൂടെ, ചെറുപ്പക്കാരിലൂടെ, സഖാക്കളിലൂടെ ഇനിയും ജീവിക്കുമെന്നതും ഉറപ്പാണ്. 3 പതിറ്റാണ്ട് ഒരു കട്ടിലിൽ കിടന്ന കിടപ്പിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയ സഖാവ് പുഷ്പനെ യാത്രയച്ചു തുടങ്ങിയോ. ഇപ്പോൾ മൃതശരീരം ആംബുലൻസിലേക്ക് മാറ്റിയെന്ന ദൃശ്യങ്ങളിൽ കാണുന്നു. ഇനി എങ്ങോട്ടാണ്, എവിടെയൊക്കെയാണ് പൊതുദർശനമുള്ളത്? പോകുന്ന വഴിയിലെല്ലാം പാർട്ടി പ്രവർത്തകർ ആവേശകരമായ യാത്രയപ്പായിരിക്കില്ലേ സഖാവ് പുഷ്പന് നൽകുക? തീർച്ചയായിട്ടും യുവജന പോരാട്ടങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ സഖാക്കൾ വളരെ വീരോചിതമായ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു യാത്രയൊക്കെ നൽകാൻ വേണ്ടി കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്ന് ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുന്നു. വെടിയുണ്ട തുളച്ചു കയറിയ ശരീരവുമായി പുഷ്പൻ അവസാന നിമിഷം വരെയും കമ്മ്യൂണിസ്റ്റ് യുവജന പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഊർജം പകർന്നുകൊണ്ട് ഉണ്ടായിരുന്നു. ആ ഊർജം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ആ ഓർമ്മകളുടെ ഊർജം പേറിക്കൊണ്ടായിരിക്കും ഇനി പുഷ്പനെ അവർ ഓർക്കുക. കാരണം കൂത്തുപറമ്പിലെ മറ്റ് 5 രക്തസാക്ഷികൾക്കൊപ്പം ഇനി പുഷ്പന്റെ പേരും അവർ ഓർക്കും. KK രാജീവനും, KV റോഷനും, B മധുവിനും, C ബാബുവിനും, ഷിബുലാലിനുമൊക്കെ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനത്തിൽ മുദ്രാവാക്യം വിളിച്ച DYFI സഖാക്കൾ ഇനി പുഷ്പന്റെ ഓർമ്മയിൽ ഇതേ മുദ്രാവാക്യം ഏറ്റും. കൂത്തുപറമ്പ് രക്തസാക്ഷിയായി ഇനി പുഷ്പനും അറിയപ്പെടും. ഒപ്പമുണ്ടായിരുന്നവർ വെടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോഴും ജീവൻ മാത്രം ബാക്കിയായി. സഖാക്കൾക്ക് മുഴുവൻ വലിയ ആവേശമായി ബാക്കിയായ പുഷ്പൻ ഇപ്പോൾ ആ ജീവനും വെടിഞ്ഞ് പോകുന്നു എന്നുള്ളതാണ്. 94 നവംബർ 25 ഓർമ്മകൾ CPM പ്രവർത്തകർക്കും CPMന്റെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങൾക്കും എക്കാലത്തും വലിയ ഊർജ്ജമായിരുന്നു. ആ ഊർജ്ജമാണ് ഇന്നിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ഒരു CPM സഖാവിന് ഏത് അർത്ഥത്തിൽ, ഒരു CPM നേതാവിന് ഏതർത്ഥത്തിൽ യാത്രയയപ്പ് നൽകുമോ അതേ അർത്ഥത്തിൽ, അതേ ഊർജ്ജത്തിൽ, അതേ ആവേശത്തിൽ CPM പ്രവർത്തകർ നൽകുന്നു എന്നുള്ളതാണ് കോഴിക്കോട് യൂത്ത് സെന്ററിൽ പുഷ്പന്റെ ജീവിതം എന്നുള്ളത് നമ്മളെ വല്ലാതെ അതിശയിപ്പിക്കുന്നതാണ്. അത്രമേൽ പോരാട്ട വീര്യം പ്രകടിപ്പിച്ചു. അവസാന ഘട്ടത്തിൽ ആ ശരീരം കഴുത്തിന് താഴെ തളർന്നു പോയിട്ടും അദ്ദേഹം ചുറ്റുപാടുമുള്ള എല്ലാ രാഷ്ട്രീയ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് 30 വർഷങ്ങൾ, 3 പതിറ്റാണ്ട് അദ്ദേഹം ഒരു കട്ടിലിൽ കിടന്ന കിടപ്പിലായിരുന്നു. എല്ലാ ചലനങ്ങളും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നു. പാർട്ടിയുടെ വളർച്ചയും പാർട്ടിയുടെ തളർച്ചയും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് താൻ വിശ്വസിച്ചിരുന്ന പാർട്ടി എന്നേക്കുമായി ചുരുങ്ങി ഒരു സംസ്ഥാനത്തേക്ക് മാത്രമായി ചുരുങ്ങുമ്പോഴും ഉള്ളിൽ ആവേശമായി അപ്പോഴും പുഷ്പന്റെ ഉള്ളിൽ പാർട്ടി പടരുന്നുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം.
ഒടുവിൽ പാർട്ടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടാമത് തുടർഭരണം തേടി വരുമ്പോഴും സഖാവ് പുഷ്പൻ പറയുന്നത് നമ്മൾ കേട്ടു. പാർട്ടിയാണ് ശരി, പാർട്ടിക്ക് തെറ്റുപറ്റില്ല. വിഭാഗീയതയുടെ കാലഘട്ടങ്ങളിലും ആ പാർട്ടി നേതാവിനെ കണ്ടുപോയ നേതാക്കൾ വിഭാഗീയതയുടെ മുന്നിൽ വിരൽ ചൂണ്ടി പറഞ്ഞത് പുഷ്പനെ നിങ്ങൾ ഓർമ്മിക്കണം എന്നാണ്. ആ പുഷ്പൻ എല്ലാവർക്കും ഒരു തിരുത്തൽ കൂടിയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിലും പുഷ്പൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പുഷ്പന്റെ സഹോദരൻ BJP-യിലേക്ക് പോയി എന്ന വാർത്ത വന്നപ്പോൾ പോലും അതിനെ നിഷേധിച്ചുകൊണ്ട് പാർട്ടിക്കൊപ്പം നിൽക്കാനും പാർട്ടിയാണ് ശരി എന്ന് പ്രഖ്യാപിക്കാനും ധൈര്യം കാണിച്ച നേതാവായിരുന്നു പുഷ്പൻ. മാത്രവുമല്ല, കൂത്തുപറമ്പിലെ നമുക്കറിയാം, കൂത്തുപറമ്പ് രക്തസാക്ഷിയായത് കൂത്തുപറമ്പിലെ പ്രശ്നം പരിയാരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട, പരിയാരത്ത് ഒരു സ്വാശ്രയ കോളേജ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് പിന്നീട് CPM ഏറ്റെടുക്കുന്ന, CPM-ന്റെ നിയന്ത്രണത്തിലാവുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ അന്ന് ഈ ഒരു വെടിവെപ്പിനും കാരണക്കാരനായ MV രാഘവൻ CPM-നോട് അടുക്കുന്നത് നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലൊന്നും പാർട്ടിക്ക് നയവ്യതിയാനം സംഭവിച്ചുവെന്ന് പുഷ്പം പറഞ്ഞില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അത് പാർട്ടിയുടേതാണ്, ആ തീരുമാനങ്ങൾ എക്കാലത്തും ശരിയായിരിക്കും എന്ന് പാർട്ടി ഉറച്ചു വിശ്വസിച്ച ഒരു പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എക്കാലത്തും CPM കഴിഞ്ഞ 3 പതിറ്റാണ്ടും അദ്ദേഹത്തെ വിശേഷിപ്പിച്ച് ജീവിക്കുന്ന രക്തസാക്ഷി എന്നാണ്. വളരെ അഭിമാനത്തോടുകൂടി DYFIയുടെ പ്രവർത്തകർ ആ പാട്ട് പാടിയിരുന്നു. അവർ ആ പാട്ടിൽ അഭിമാനത്തോടുകൂടി ചോദിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നുള്ളതാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ സമരവീര്യങ്ങളുടെയൊക്കെ ചരിത്രം പറയുന്ന ഒരു പുഷ്പൻ എന്നൊരു പറയുന്ന ജീവിക്കുന്ന രക്തസാക്ഷി ഞങ്ങൾക്കുണ്ട്. ആ ജീവിക്കുന്ന രക്തസാക്ഷി തണ്ടൊടിഞ്ഞിട്ടും വാടാതെ നിൽക്കുന്ന താമരപ്പൂ പോലെ എന്നവർ പാടിയത് തീർച്ചയായിട്ടും ആ പുഷ്പനെ എത്ര കണ്ട് നെഞ്ചിലേറ്റിയതാണ് സഖാ